പിതാവിൻ്റെ ഭവനത്തിൽ തൻ്റെ പണിക്കാർ പോലും അവിടുത്തെ പണിക്കാർ പോലും സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും എന്നോർത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് കടന്ന് തീരുമാനിച്ചു. പന്നിപ്പണിയെല്ലാം നിർത്തി അവൻ തൻ്റെ പിതാവിൻ്റെ അടുത്തിലേക്ക് പോയി. ആ സമയത്ത് അവൻ്റെ വസ്ത്രം കീറിയിരുന്നു, അവൻ്റെ താടി വളർന്നിരുന്നു, അവൻ്റെ ശരീരം മെലിഞ്ഞിരുന്നു. അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവനെ കണ്ടാൽ അവൻ്റെ സുഹൃത്തുക്കളോ അവൻ്റെ പരിചയക്കാരോ തിരിച്ചറിയില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നതാണ്, അവൻ പോയ അന്ന് മുതൽ ആ പിതാവ് അവൻ പോയ വഴിയിലേക്ക് നോക്കി നിന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ പിതാവ് എന്താണ് ചെയ്തെന്നറിയോ? ആ പിതാവ് തൻ്റെ മകൻ പോയ ആ നിമിഷം മുതൽ ആ പിതാവ് ആ വഴിയിലേക്ക് നോക്കി കണ്ണും നട്ടും നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാവരും അവൻ്റെ കാര്യം മറന്നു. എന്നാൽ ഈ പിതാവ് മാത്രം മറന്നില്ല. അവൻ ദൂരെ നിന്ന് അവൻ തൻ്റെ മകൻ വരുന്നെന്ന് മനസ്സിലാക്കി ദൂരെ നിന്ന് തന്നെ കണ്ട് അവനെ തിരിച്ചറിഞ്ഞ് ഓടിച്ചെന്ന് പിതാവ് കെട്ടിപ്പിടിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് മാത്രമല്ല അവൻ്റെ പണിക്കാരോട് പറഞ്ഞു, ഇതാ ഇവനെ മേത്രം വസ്ത്രം ധരിപ്പിക്കുക, ഇവനെ കുളിപ്പിച്ച് ഷേവൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇന്ന് നമുക്കൊരു സദ്യ ഒരുക്കാം. ഒരു മൂരക്കുട്ടനെ കൊന്ന് അവന് ഇറച്ചി പാകം ചെയ്തു. അവിടെ വലിയ ഒച്ചപ്പാട് ലഹളയും. അവന് മക്കളെന്ന സ്ഥാനത്തേക്ക് അവൻ ഉയർത്തുകയും അവന് വേണ്ട എല്ലാ ശുശ്രൂഷകളെയും പിതാവ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ പോലും അവൻ അനുദപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദോർസുപുത്രൻ്റെ പിതാവ് ദൂരത്തും തന്നെ അവനെ കണ്ട് അവനെ വാരി പുണർന്ന് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ സുഹൃത്തുക്കളോ അയൽവക്കക്കാർക്കോ അവൻ്റെ പരിചയക്കാർക്കോ ഒന്നും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ പിതാവിന് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, അവനെ ദൂരത്തുനിന്ന് തന്നെ പിതാവ് അവനെ കണ്ട് തിരിച്ചറിഞ്ഞെന്നാണ് പറഞ്ഞത്. അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അടുത്ത് വന്നപ്പോൾ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ പിതാവിന് ദൂരത്തുനിന്ന് തന്നെ അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി അവൻ്റെ നേത്രം വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചെരുപ്പും കയ്യിൽ മോതിരം ഇടിച്ചു കൊടുത്തു. അങ്ങനെ അന്ന് അവൻ്റെ വീട് വലിയ ഉത്സവത്തിന് പ്രതീതിയായിരുന്നു. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, നമ്മുടെ തെറ്റ് കണ്ടിട്ട് ആ കുറ്റം ചെയ്തുകൊണ്ട് ആ കുറ്റത്തിന് അറ്റ് എ ടൈം ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയല്ല വിശുദ്ധ ബൈബിൾ കാണിച്ചു തരുന്നത്. നിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എത്ര കടുചുവപ്പായതാണെങ്കിൽ പോലും അത് നീ അനുദപിച്ചാൽ അത് ക്ഷമിച്ചുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കും. വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, മല പോലെ ചെയ്ത് നീ കൂട്ടിയ നിൻ്റെ പാപമല്ല നിന്നെയും എന്നെയും തമ്മിൽ അകറ്റുന്നത്, മറിച്ച് അനുതാപമില്ലാത്ത നിൻ്റെ മനസ്സത്രയെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ. പ്രിയമുള്ളവരെ, എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഞാൻ നോട്ടിയിട്ട് കാര്യമില്ലോ, പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. സംസാരം കൊണ്ടും പ്രവർത്തനം കൊണ്ടും